ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതുകൂടാതെ കിസ്മിസ് ബദാമൊക്കെ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ചേർത്ത് കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ കൂട്ടിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ക്യാരറ്റിലേക്ക് തന്നെ നമ്മൾ ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടിയൊന്ന് ചൂടായി കിട്ടും. പിന്നെ ഒരു പച്ചമണവും മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കുറേ സമയത്ത് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ശർക്കരയെ നമ്മൾ തിളപ്പിച്ചെടുത്തു. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗോതമ്പൊടിയുടെ കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ഏലക്കയും കൂടി ചതച്ചെടുത്തതാണ്, അതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമ്മൾ ഒരു സ്ട്രെയിനറിൽ കൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ വേണം ഒഴിക്കാനായിട്ട്. തിളച്ച വട എടുത്ത് ഒഴിക്കേണ്ട. ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഗോതമ്പൊടി ശർക്കര പാനിയിൽ കിടന്ന് തന്നെ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തികഞ്ഞില്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് തന്നെ മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസല്ല, ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതിയോ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. നമ്മൾ ആകെ 1 നുള്ള് ചേർക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി തേച്ച് പിടിപ്പിക്കാം. ഇനി ഇല ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പ്ലേറ്റിൽ തന്നെ എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ആ കൂട്ട് കുറേശ്ശെ വിതറി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും മാവ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് തന്നെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ക്യാരറ്റിൻ്റെ കൂട്ട് ഇതുപോലെ മുകളിലേക്കും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടും വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവി തട്ടി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു എക്സ്ട്രാ 5 മിനിറ്റും കൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കാതെ കിട്ടിയാൽ ഇത് റെഡിയാണ്. ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എടുക്കാം. ചെറുതായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. നമ്മൾ ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്ത കാരണം പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്